അവിടെ സെന്റിമെന്റ്സ് പിന്നെ ഇവരെ ജീവിക്കട്ടെ. സോറി, ബെഞ്ചമിൻ കോർല സാറോ? എന്താ വിളിച്ചത്? ബെഞ്ചമിൻ കോർല. കോർല അല്ല, കുരുവിള. ആ അത് തന്നെ. ഈ വേഷത്തിൽ കാണാൻ എന്തൊരു ചേല. ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്നെ കാണാനോ? ആ എന്തിന്? ദന്തിനി കുഞ്ഞിനെ കണ്ടുപിടിച്ചു തന്നതിന് നന്ദി പറയാ. ഒന്നല്ല 1000. 1000 ഒതുക്കാവുന്ന കരുതണ്ട. 5 ലക്ഷത്തിൽ കുറഞ്ഞുള്ള നന്ദി ഈ കേസ് ഞാൻ സ്വീകരിക്കില്ല. മിസ്റ്റർ രാജേന്ദ്രൻ ഉണ്ടോ? ഉണ്ടോന്നു? എല്ലാരും കൂടെ അവിടെ നന്ദിനി കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുക. ആർക്കാ അറിയാൻ സ്നേഹമൊന്ന് പ്രകടിപ്പിക്കാൻ. എന്റെ റാപ്പ് കേട്ടിട്ടുണ്ടോ? റേപ്പല്ല, ഐ മീൻ കാസറ്റ്. അതില്ല. ഇല്ലേ? എന്നാ രാജേന്ദ്രൻ വിളിക്കേ. താങ്ക്സ്. എന്റെ കാസറ്റ് കേൾക്കാത്ത വിവരം കേട്ടവൻ. മ്യൂസിക് സെൻസ് ഇല്ലാത്ത എരുമ. ഹാൻസം ഫെലോ. 5 ലക്ഷം രൂപ ഇത് കൊള്ളൂ. കൊള്ളിക്ക 3 കോടി രൂപ സൂട്ട്കേസിൽ കൊള്ളിച്ചിരുന്നു. പിന്നെയാ ഓ മൈ കാസറ്റ്. ബെഞ്ചമിൻ സി കുരുവിള, യു ആർ ലക്കി. ഇന്ന് എന്നെ കാസറ്റ് ഫാക്ടറിയുടെ തറക്കല്ലിടാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എന്താ പ്രത്യേകിച്ച്? എനിക്ക് ഓഫർ ചെയ്യുന്ന റിവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 100 റുപ്പീസിന്റെ നോട്ട്സ് ആയിട്ടാണോ അതോ 500 നോട്ട്സ് ആയിട്ടാണോ? അല്ല, ഇതിൽ ഒതുങ്ങുമെന്ന് അറിയാനാ മിസ്റ്റർ. ക്യാഷ് ആയിട്ട് തന്നെ വേണം. വേണം വേണം. ഡ്രാഫ്റ്റും ചെക്കും ഒക്കെ ആയാലേ പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാവും. എന്റെ പല മുൻഗാമികൾക്ക് ഉണ്ടായതുപോലെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയില്ലേ. അല്ല, 5 ലക്ഷവും തികച്ചും വേണോ? തികച്ചും വേണം. പിന്നെ CBI അന്വേഷിക്കേണ്ട കേസല്ലേ എന്റെ ഈ ഒറ്റ തല പുകച്ച് ഞാൻ കണ്ടുപിടിച്ചത്. ഓ, ഇപ്പൊ പോയനെ. തല പുകച്ച കാര്യമൊന്നും പറയണ്ട. താനുമാരും കൂടെ ചേർന്ന് നടത്തിയ നാടകമല്ലായിരുന്നു അത്? നാടകമോ? പിന്നെ അല്ലാതെ. തന്റെ മൂക്കിന് തുമ്പത്ത് ഒരു പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് മുഹൂർത്തമാകുന്നവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര വിഡ്ഢികളാന്ന് കേട്ടു. നോക്കണ്ട, 5 ലക്ഷം പോയിട്ട് 5 നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. തമാശ പറയല്ലേ മിസ്റ്റർ രാജേന്ദ്രൻ? തമാശ. മര്യാദയ്ക്ക് പെട്ടിമടക്കി പൊക്കോ, അല്ലെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കേസ് തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. അപ്പൊ കാര്യമായിട്ടാണോ? അതെ, വെറുതെ നിന്ന് സമയങ്ങളെ ഉള്ളതിടത്ത് പോലെ കാസറ്റ് കച്ചവടം. എടോ, കാസറ്റ് കച്ചവടം മാത്രമല്ല, ബെഞ്ചമിൻ സി കുരുവിളയോട് കളിച്ചാൽ കളിച്ചവന്റെ വിക്കറ്റ് തെറിപ്പിക്കാനും ബെഞ്ചമിൻ അറിയാം. നമുക്ക് കാണാം. കാണാം. പ്രസാദ് എന്നോട് ക്ഷമിക്കണം. 5 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ സത്യം എന്തെന്ന് കാണാനും കേൾക്കാനും എനിക്ക് കഴിഞ്ഞില്ല. കടമയിൽ നിന്നും മനസ്സൽപ്പം പാളിപ്പോയി. ഐ എം വെരി വെരി സോറി. പ്രസാദ്, ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്താലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. നിങ്ങൾ പൊയ്ക്കോളൂ. ഒന്ന് കാണാനാ വന്നത്. നിങ്ങൾ ആരാ എന്നെ കാണാൻ? പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു ശല്യമായല്ലോ. അതെ, നിങ്ങൾ ആരാ? കാണാൻ ഇഷ്ടമുള്ളെന്ന് പറഞ്ഞു കേട്ടില്ലേ? വഴി തടയാതെ കൂടെ മാറി വെച്ചേ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്റെ പേര് മീനാക്ഷി എന്ന് പറയും. പക്ഷെ മീനു എന്ന് വിളിക്കും. എന്നാ കേട്ടോളൂ. വഴിയിടാനാ വന്ന്. അവിടെ മാറിക്കണേ. യു ബ്ലഡി. വേണ്ട, ഇതിനേക്കാൾ ശബ്ദത്തിലെങ്കിൽ സംസാരിക്കാൻ അറിയാം. പക്ഷെ ഞാൻ അതിനല്ലേ ഇപ്പൊ വന്ന്. ഞാൻ ചീറ്റ് ചെയ്തെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് സത്യമല്ല. ഒരിക്കലും ഞാനാരും വഞ്ചിച്ചിട്ടില്ല. സ്വത്ത് മണം കിട്ടാൻ വേണ്ടി നിങ്ങളെ തട്ടിയെടുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം കണ്ടപ്പോ തന്നെ എന്തോ ഒരു അടുപ്പം തോന്നി. ആരോരില്ലാതെ ചികിത്സ കഴിയുന്ന നിങ്ങളെ രക്ഷിക്കണം തോന്നി. അറിയാതെയാണെങ്കിലും അമ്മയില്ലാത്ത എന്റെ മിനിക്കുട്ടിക്ക് ഒരു അമ്മയായപ്പോ കൂടുതൽ ഇഷ്ടം തോന്നി. ഇന്ദുവിനെ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനുള്ള അർഹതയില്ലെന്നറിയാം. പക്ഷെ ഒന്ന് മാത്രം വിശ്വസിക്കണം, ഇന്ദുവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ.
മോള് കഴിക്കേ. എനിക്ക് വേണ്ട. അയ്യ അങ്ങനെ പറയല്ലേ, ഡാഡിയുടെ പുന്നാര മോളല്ലേ, കഴിക്കേ. അല്ല, എനിക്ക് മമ്മി വാരി തന്നാ മതി. മോളെ ഇത്രയും നാള് ഡാഡി അല്ലേ വാരി തന്നത്? നല്ല മോളല്ലേ, മോള് വാതോർക്ക്. എനിക്ക് വേണ്ട. എനിക്ക് പോയതിന്റെ മുമ്പിന്ന് എന്താ നീ കാട്ടണേ? കൊള്ളുവാ, അവള് കുഞ്ഞല്ലേ? അറിയണ്ട കുഞ്ഞുങ്ങളായി ഇത്രയും വാശി പാടില്ല. മമ്മി കൊടുത്താൽ ഉണ്ണു അത്ര. മമ്മി നിനക്ക് ഡാഡി മമ്മി ഒന്നുമില്ല. പോയിക്കോ, എന്റെ കണ്ണുമ്മി കണ്ടുവരുന്ന തന്നെ. പോയിക്കോടി, എനിക്കാരും വേണ്ട. എന്താണത്? എനിക്കാരുമില്ല. മോൾക്കറിയണ്ടോ, മോൾക്ക് അങ്കിള് വാരിത്തരാ. മോളെ നാളെ അങ്കിള് മമ്മിയുടെ അടുത്ത് കൊണ്ടുപോലോ. മിനിമോക്ക് ആരുമില്ലേ ഡാഡി? പറ ഡാഡി, മോക്ക് ആരുമില്ലേ? മോൾക്ക് ഡാഡി ഉണ്ട്. ഡാഡി റെഡി റെഡി മോളെ മോളെ കുട്ടിയുടെ അമ്മ എവിടെ? സാർ, അത് കുട്ടിക്ക് അമ്മയെ കാണാത്തതിലുള്ള മെന്റൽ ഷോക്കാണ്. നിങ്ങൾ അവരെ വിളിച്ചോണ്ട് വരും. അത് വിളിച്ചാ വരുമോന്നറിയില്ല. സി, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയ്ക്ക് കുട്ടികളുടെ ജീവനിട്ട് പന്താടരുത്. ഒരു കുഞ്ഞിന് മരുന്നിനേക്കാൾ വലുതാണ് അമ്മയുടെ സ്നേഹം. നിങ്ങൾ അത് മനസ്സിലാക്കണം. നീ ചെന്ന് വിളിച്ച അവള് വരാതിരിക്കില്ല. രാജേന്ദ്രൻ വന്നു ആവോ? ആരാ? ഞാൻ പ്രസാദ്. എനിക്ക് ഇന്ദുനൊന്ന് കാണണം. ഇന്ദു? ഏതിന്ദു? ഇന്ദു എന്ന് പറഞ്ഞാൽ നിനക്കെന്താ ഇവിടെ കാര്യം? ഏതോ ഇന്ദുവിനെ കാണാൻ വന്നതാത്രേ. ഓഹോ, അപ്പൊ നീ എവിടെ വിടാൻ ഭാവില്ലല്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നാ. മോനെ, ഞങ്ങളുടെ പെങ്കൊച്ചിനെ തട്ടിയെടുത്ത് കോടീശ്വരനാണ് നിന്റെ മോഹോങ്കി. നിന്റെ ശവം പോലും ബാക്കി കാണില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയടാ. എന്റെ മോള് ആശുപത്രിയിൽ ബോധത്തിലുണ്ട്, കിടക്കാം. കൊണ്ടുപോയി കൊന്ന് കുഴിച്ചു പോടാ. ഞാൻ പറയുന്നത് കേക്ക്. അവള് വരുന്ന പ്രശ്നമില്ല. വരും. ഇന്ദുവിനെ കൊണ്ട് ഞാൻ പോവും. ഇന്ദു, ഇന്ദു, ഈ കൊണ്ടുപോകും. ഒന്നുകൂടെ
കൊല്ലും ഞാൻ. എന്തോ മിനിമോൾ ആശുപത്രിയില് പനിച്ച് ബോധമില്ലാണ്ട് കിടക്കാം. അവളൊന്നും കാണണം. വേറെ ഒന്നും വേണ്ട എനിക്ക്. ആരുടെയും സ്വത്തും പണവും തട്ടിയെടുക്കാൻ വന്നല്ല. ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ മോള് മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ നിന്റെ കാല് പിടിക്കാം. ഒന്നും അവൾ കാണണം. ഒരു തവണ. വേണ്ട, എനിക്ക് ആരെയും കാണണ്ട. പറ്റോ? ഞാൻ നിങ്ങളുടെ ആരാ? അവൾ കാര്യം കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടാ. പോലെ നിങ്ങൾ തന്നെ വളരെ ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ? എനിക്കാരെയും കാണണ്ട. എനിക്കാരെയും കാണണ്ട. Ha ha ha!